ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ മൂർത്തിയാണെന്നുണ്ടെങ്കിൽ നാഗേന്ദ്രന് കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ട്. ഇനി എൻ്റെ കുടുംബത്തിന്റെ 7 പോലും കണ്ടുപോകരുത്. 10-22 വർഷം മുമ്പ് നിന്നെ പടിയിറക്കി പിണ്ടം വെച്ചതല്ലേടാ. നിന്നെ എൻ്റെ മകൾ ജലജ, അതായത് അവളെ എടുത്തു വളർത്തിയതാണെങ്കിൽ പോലും എൻ്റെ ബാക്കി മക്കൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ സ്നേഹവും വാത്സല്യവും പരിഗണനയും ഞാനും എൻ്റെ ഭാര്യയും അവൾക്ക് കൊടുത്തു. പക്ഷെ അതവൾ മുതലാക്കാണ് ചെയ്തത്. അവൾക്ക് നിന്നെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയപ്പോൾ നീ എന്താ ചെയ്തത്? അവളെക്കാളും ആർത്തി മൂത്ത നീ എന്താ ചെയ്തത്? അവളെ കല്യാണത്തിന് സമയത്ത് അവളെ സ്വർണം മൂടിയിട്ടാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടി അവളെ കതിർ മണ്ഡപത്തിലേക്ക് അയച്ചത്. അപ്പോൾ നിനക്ക് അത് മാത്രം പോരാ, അവളുടെ സ്വർണവും അതുപോലെ തന്നെ അവളുടെ പണവും പിന്നെ എൻ്റെ മൂർത്തി ജ്വല്ലറിയും ഞങ്ങളുടെ അനന്തപുരി കൊട്ടാരവും എല്ലാം ഒറ്റക്ക് വിഴുങ്ങണമെന്നുള്ള ആക്രാന്തമായിരുന്നു നിനക്ക്. നിന്റെ നേരെ അതേ സ്വഭാവമായിരുന്നു ജലജക്ക്. പിന്നെ എപ്പോഴോ നിന്റെ കയ്യിൽ പണവും അവൾ വിചാരിച്ചത്ര സ്വർണ്ണമൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി അവള് തന്നെ നിന്നെ ഉപേക്ഷിച്ചു. കാരണം അവളും നിന്നെപ്പോൾ തന്നെ പണത്തിന് സ്വർണത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അങ്ങനെ നാണം കെട്ട് നിന്നെ അവിടെ പറഞ്ഞയച്ചിട. എന്നിട്ടും ഞാൻ എൻ്റെ മക്കളോട് പോലും പറയാത്ത പല ക്രൂരതകളും നീ കുടുംബത്തോട് ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം മൂർത്തി ജ്വല്ലറി അടിച്ചു മാറ്റാൻ വേണ്ടി പല കള്ളക്കളികളും നീ കളിച്ചിട്ടുണ്ട്. ദേ, അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയാണ്, അന്ന് നിന്നെ അടിച്ചിറക്കി വിട്ടു. ഇത് നിന്റെ അവസാന വാണിംഗ് ആണ്. ഇനി നീ എന്തെങ്കിലും ഉടായ്പ കാണിച്ച നാഗേന്ദ്ര, നോക്ക്, എൻ്റെ മോള് വിധവയായി പോയാലും കുഴപ്പമൊന്നുമില്ല. അവൾ ഇത്ര നാൾ അങ്ങനെ തന്നെയാണ് ജീവിച്ചതും. അവൾ നീ ഉള്ളതും ഇല്ലാത്തതൊക്കെ അവൾക്ക് കണക്കായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും വർഷം നിന്നെ കാണാതായപ്പോ ഒന്ന് അന്വേഷിക്ക് വരികയെങ്കിലും അവള് ചെയ്യില്ലേ? അതൊന്നും ചെയ്തില്ലല്ലോ. കാരണം അതാണ് ജലജ. എടുത്തു വളർത്തിയ മോളാണല്ലോ. അവൾക്ക് അതേ സ്വഭാവത്തിൽ വരെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതായിരിക്കും അവള്. ആ സ്വഭാവം അവള് കാണിച്ചു, അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അവള് പോലും നിന്നെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. നിന്നെ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. എന്നോട് ചോദിക്കാം ഒരു പോലീസും ഒരു കോടതിയും വരില്ല, അറിയാലോ നിനക്ക്. അതുകൊണ്ട് ഇതോടെ നിർത്തിക്കോ. എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും നിഴൽ വട്ടത്ത് പോലും നിന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ ഓടിക്കലാണ്. നാഗേന്ദ്രന്റെ ദേഷ്യം വരുന്നത് കേട്ടോ. അങ്ങനെ മൂർത്തി നേരെ പോയിട്ട് നമ്മുടെ ആദർശിന്റെ നയനെയും കാണിച്ചിട്ട് പൂജയാണ്. നമ്മുടെ അനന്തപുരി തറവാട്ടിലൊരു പൂജയുണ്ട്. ആ പൂജയ്ക്ക് നിങ്ങൾ പങ്കെടുക്കണമെന്നും അന്ന് മോള് ആദർശിന്റെ കൈ പിടിച്ച് വലതുകാലം വെച്ച് കയറണമെന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അപ്പോഴും മുത്തശ്ശൻ ദേഷ്യത്തിൽ തന്നെയാണ്. ആദർശനോടും നമ്മുടെ നയനോടും ദേഷ്യമുള്ള പോലെ തന്നെയാണ് മറ്റുള്ളത് സംസാരിക്കുന്നത് കേട്ടോ. ദേവ്യാനിയും അതുപോലെ തന്നെ ജയനൊക്കെ കുറെ പറയുന്നുണ്ട്, അച്ഛാ എന്തിനാ ഇങ്ങനെ ദേഷ്യമൊക്കെ കാണിക്കണം, അവര് കാണണം നമുക്ക് ഇത്രയും വലിയ വിജയമൊക്കെ കൈവന്നത്. മൂർത്തി സമ്മതിക്കുന്നില്ലേ, അതൊന്നുമല്ല, അതെന്റെ അനിമോന്റെ ഭാഗ്യം കൊണ്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അച്ഛൻ എന്താ ഇങ്ങനെയെന്നൊക്കെ ദേവ്യാനിയും വിചാരിക്കേണ്ട, കുഴപ്പമില്ല, നമുക്ക് ഈ വിജയം ആഘോഷിക്കണം. ഇപ്പൊ തന്നെ ഒരു വലിയ കേക്ക് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും അടുത്തേക്ക് പോകണം. എന്നിട്ട് അവിടെ കേക്ക് മുറിച്ച് നമുക്ക് ആഘോഷിക്കണം. പിന്നെ ഈ കാര്യം അമ്മ എടുത്ത് പറയണ്ട. അമ്മ എടുത്ത് പറഞ്ഞ അപ്പൊ തന്നെ അമ്മ അത് അച്ഛനോട് പറയും. അതുകൊണ്ട് ആരോടും പറയണ്ട, നമുക്ക് ഇപ്പൊ തന്നെ പോവാന്ന് നമ്മുടെ ദേവ്യാനിയും പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ നാഗേന്ദ്രനെയാണ്. നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയണ്ട, അവളുണ്ടല്ലോ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞവള് ജലജ, അവളെ ഉഗ്രവേഷമുള്ള പാമ്പാണ്. അവളുടെ സ്വഭാവം തനിക്ക് ശരിക്കും അറിയില്ല. എൻ്റെ ബുദ്ധി ഉണ്ടല്ലോ അതിന്റെ 10 മടങ്ങ് ബുദ്ധിയുണ്ട് അവക്ക്. മൂർത്തീസ് ജ്വല്ലറിയും ആനന്ദപുരി തറവാട്ടും ഒറ്റക്ക് വിഴുങ്ങാനുള്ളൊരു വിചാരമാണ് അവൾക്ക് മുമ്പ് തൊട്ടേ, വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ. അതിനുവേണ്ടി അവൾ ആദ്യമൊക്കെ എൻ്റെ കൂടെ നിന്നു. പിന്നെ അവസാനം എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, കഴിവ് കെട്ടവൻ എന്ന് പറഞ്ഞിട്ട് അവൾ അവന്റെ അച്ഛന്റെ കൂടെ തന്നെ പോയി നിന്നു. അച്ഛൻ്റെ ഉദ്ദേശം മൂർത്തി എടുത്തോളത്താണെങ്കിൽ അച്ഛൻ എന്നാണല്ലോ പറയണത്. അപ്പൊ എന്തായാലും അവൾ അങ്ങോട്ടേക്ക് ചാനു. പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്കൊന്ന് വിളിക്കുകയാണെങ്കിൽ അവൾ തീർച്ചയായിട്ടും വരും. ഞാനും അവളും കൂടി ചേർന്ന് നിന്നാലുണ്ടല്ലോ ആനന്ദപുരി തറവാട് ഞങ്ങളുടെ സ്വന്തമാകും. മൂർത്തി ജ്വല്ലറി എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സ്വന്തമാകും. അതങ്ങനെ തന്നെ ആവണം. ഇത്രയും നാള് ഞാൻ മനസ്സിൽ ഒളിപ്പിച്ച പക ഫുള്ളും ഞാൻ പുറത്തെടുക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഞാൻ ഇപ്പൊ തന്നെ ജലജനെ വിളിക്കാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞിട്ട് നാഗേന്ദ്രൻ മൊബൈലിൽ കുത്താണ് ജലജയുടെ മൊബൈലിലേക്ക്. ഹലോ ജലജ. ഹലോ. നാഗേന്ദ്രൻ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ജലജയ്ക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. ഹലോ, ഇതാരാ? എന്റെ സൗണ്ട് കേട്ടിട്ടും നിനക്ക് മനസ്സിലായില്ലേടി? നിനക്കിപ്പോഴും ഒരേ ഒരു ഭർത്താവ് തന്നെയല്ലേ ഉള്ളൂ. അയാൾ മരിച്ചോ ജീവിച്ചോ എന്ന് പോലും നീ ഇത്ര വർഷമായിട്ട് അന്വേഷിച്ചോ? നാഗേട്ടൻ. അതെ, നാഗേട്ടൻ തന്നെ. നാഗേട്ടൻ അപ്പം മരിച്ചില്ലേ? നീക്ക് ഞാൻ മരിക്കണമെന്നാണോ ആഗ്രഹം? ഞാനേ മരിച്ചില്ലടി. നിനക്കറിയാവോ
AN ജ്വല്ലറിയുടെ CEO ആരാണെന്ന്, അതിന്റെ ഉടമസ്ഥരാണെന്ന് നിനക്കറിയാവോ? അത് ഈ ഞാനാടി. അയ്യോ എന്റെ നാഗേന്ദ്രേട്ടാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും വലിയ ജ്വല്ലറി എന്റെ നാഗേന്ദ്രേട്ടന്റെ ആണോ? ആടി, നീ പ്ലേറ്റ് മാറ്റുമെന്ന് എനിക്കറിയാം. ഞാനിപ്പോ പിച്ചക്കാരനെ പോലെ വന്നിരുന്നെങ്കിൽ നീ ഫോൺ കട്ട് ചെയ്ത് പോയാനെ. AN ജ്വല്ലറി എന്റെ ആണെന്ന് അറിഞ്ഞപ്പോഴേ നീ നാഗേട്ടാ, ആ ഏട്ടാ, ഈ ഏട്ടാ എന്ന് വിളിച്ചിട്ട് കൂടെ വരുന്നത്. എന്തെങ്കിലും ആവട്ടെ, ദേ നിന്നെ ഞാൻ അവസാനമായിട്ട് വിളിച്ചത് വേറൊന്നിനല്ല, എന്നിട്ടുള്ള എല്ലാ ബന്ധനും ഉപേക്ഷിച്ചതാണ് അന്ന് ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയപ്പോ. നിന്നോട് അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റോ ഇല്ലയോ? നമുക്ക് അനന്തപുരി തറവാട് ഒറ്റക്ക് വിഴുങ്ങാം, മൂർത്തീസ് ജ്വല്ലറി ഒറ്റക്ക് വിഴുങ്ങാം. അതിനുവേണ്ടി നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റോ ഇല്ലയോ? നിൽക്കാം, തീർച്ചയായിട്ടും നിൽക്കാം. അല്ലെങ്കിലും എനിക്ക് ഈ മൂർത്തീസ് ജ്വല്ലറിയും അതുപോലെ തന്നെ ഈ അനന്തപുരി കൊട്ടാരമൊക്കെ സ്വന്തമാക്കണം തന്നെയാ. മുമ്പും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല നാഗേന്ദ്രേട്ടാ. എങ്കിൽ നീ എത്ര പെട്ടെന്ന് വണ്ടി വിളിച്ചിങ്ങോട്ട് വാ ജലജെ, നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്യാം എന്ന് പറയണം. അങ്ങനെ ജലജ കേൾക്കാത്ത പാതി നമ്മുടെ നാഗേന്ദ്രന്റെ അടുത്തേക്ക് പോവാണ്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അവിടെ ആ മുത്തശ്ശനുണ്ടല്ലോ മൂർത്തി, അയാളുടെ വിചാരം ഇപ്പോഴും അയാൾ എന്തോ 17കാരനാണെന്നാണ്. അയാളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല പോലും. പക്ഷെ നമ്മൾ തോൽപ്പിക്കണം ജലജെ. അതിന് എനിക്ക് നിന്റെ സഹായം വേണം. നീ അവരുടെ ആ ഒരു വിശ്വാസം നേടിയെടുത്ത് അവരെ ഇല്ലായ്മ ചെയ്യണം. അത് ഞാൻ ഏറ്റു നാഗേന്ദ്രട്ട. ഞാൻ എന്താ ചെയ്യേണ്ടത്? നാഗേന്ദ്രട്ട പറഞ്ഞോ, അതുപോലെ ഞാൻ ചെയ്തോളാം. അതിന് ആദ്യം കുളം തോണ്ടത് നമ്മുടെ അനന്തപുരി തറവാടാണ്. അവിടുത്തെ ആ മൂർത്തി, അയാളെയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. പക്ഷെ അയാളുടെ എല്ലാം ആണല്ലോ ആദർശും നയനയും. അതുകൊണ്ട് ആദ്യം നമുക്ക് ആദർശിനെ, നയനെ തന്നെ പിടിക്കാം. ആ നയന, അവളാണ് അവളുടെ ഒരു സ്പൈ വർക്കറിനെ AN ജ്വല്ലറിലേക്ക് വിട്ടത്, മാളവികേനെ. എന്നിട്ട് രണ്ടുപേരും കൂടി നന്നായിട്ട് എന്നെ ചതിച്ചു പറ്റിച്ചു AN ജ്വല്ലറി ഈ അവസ്ഥയിലാക്കി. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ പ്രതികാരം ആ നയനെ എടുത്തു മൂർത്തി എടുത്തായിരിക്കും. അതിന് നീ എന്നെ സഹായിക്കണം. ഞാൻ തരുന്നൊരു സാധനം ജ്യൂസിലോ പാലിലോ എന്തിലാച്ച നീ കലക്കിക്കോ, അവര് ചത്തൊടങ്ങും. എന്റെ നാഗേന്ദ്രട്ട, ഇങ്ങനത്തെ പരിപാടി ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. പാമ്പിനെ വരെ കൊണ്ടിട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അവരങ്ങോട്ട് രക്ഷപ്പെട്ടു. എടി, അതുപോലെ ആവില്ല ഇത്. ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി. നീ മുമ്പ് പ്ലാൻ ചെയ്തത് നിന്റെ മന്ദബുദ്ധിയായിട്ടുള്ള മകൻ, അതായത് എന്റെ കടിഞ്ഞൂൽ പുത്രൻ എന്ന് പറഞ്ഞ അഭിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടല്ലേ? അവൻ കൈവച്ച എല്ലാം അങ്ങനെ തന്നെ ആവുള്ളൂ. പക്ഷെ ഇതിപ്പോ ഞാൻ പറയുന്ന പോലെ നീ ചെയ്ത് കഴിഞ്ഞാൽ ആ മൂർത്തിയും ആ നയനയും ഇല്ലാതാവും. പിന്നെ അനന്തപുരി തറവാട് നേരെ കുത്തനെ താഴേക്ക് പോകും. ആ സമയത്ത് നമുക്കെല്ലാം മുതലെടുത്തിട്ട് വേണം പലതും ചെയ്യാനായിട്ട്. അതിനെ പറ്റിയ അവസരം ഇത് തന്നെയാണ് എന്ന് പറയാണ്. അത് ശരിയാ നാഗേന്ദ്രേട്ടാ. ഇനി മുതൽ എൻ്റെ ഏട്ടൻ്റെ കൂടെ ഞാനുണ്ട്, ഈ ജലജയുണ്ട്. ജലജയെ, നിന്നെ വിശ്വസിക്കാമോ? മുമ്പ് നീ എൻ്റെ അടുത്തൊരു നെറുകേട് കാണിച്ചതാണ്. പിന്നീട് നീ ഒരിക്കൽ പോലും എന്നെ അന്വേഷിച്ചു വന്നിട്ടില്ല. ഇത്രയും വർഷം, ഒരു 3-4 വർഷമൊക്കെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു. നീ എപ്പോഴെങ്കിലും എന്നെ അന്വേഷിച്ചു വരുമെന്ന് കരുതി. പക്ഷെ നീ വന്നില്ല. സോറി നാഗേന്ദ്രേട്ട മരിച്ചു എന്നൊക്കെ തന്നെയാ വിചാരിച്ച ഞാൻ ജീവിച്ചത്, ഒരു വിധവയെ പോലെ. പക്ഷെ അന്യപുരുഷന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല നാഗേന്ദ്രേട്ട. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നോട് ഇത്ര സ്നേഹം. ശരി, എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യും, ഞാൻ ചെയ്തിരിക്കും എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ജലജനെ മുന്നിൽ വെച്ച് നമ്മുടെ മൂർത്തിക്കും നയനക്കൊക്കെ പണി കൊടുക്കാനാണ് നമ്മുടെ നാഗേന്ദ്രന്റെ അടുത്ത നീക്കോട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.